കിച്ചു നീ ഹോട്ടൽ റൂമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ട്, നിനക്ക് റൂമൊന്നും ആരും തരാറില്ലെന്ന് കമന്റിൽ പറയാറുണ്ടല്ലോ, സത്യമാണോ? ആക്ച്വലി കമന്റോളികൾക്ക് അറിയാവുന്ന പണി എന്താണ്? 4 തരം വീട്ടുകാരുടെ ചിലവിൽ നല്ലോണം മൃഷ്ടാനം ഭക്ഷണം കഴിക്കുക, എന്നിട്ട് അറിയില്ല കമന്റ് ബോക്സിൽ കയറിയിട്ട് കുറേ ഡാഡിലെസ് ആയിട്ടുള്ള വർത്താനം പറയുക. നമ്മൾ അവന്മാരെയും നോക്കാൻ പോകില്ല. നമുക്ക് ആക്ച്വലി ഉള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോണ സ്ഥലത്ത് എനിക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നല്ല അടിപൊളി റേറ്റിൽ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള റൂംസാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇന്നലെ നമ്മൾ വാഗമൺ വന്നപ്പോഴത്തേക്കും ഇവിടെ അടുത്തുള്ള റൂംസ് ഏതാണെന്നുള്ളത് മാപ്പിൽ നോക്കി, എന്നിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ളത് കുറച്ചിങ്ങനെ ഫിൽറ്റർ ചെയ്തു. അതിനകത്ത് നിന്ന് നല്ല റേറ്റിംഗ് ഉള്ളത്, അതായത് നല്ല റിവ്യൂസും കാര്യങ്ങളും ഉള്ളത് നോക്കിയിട്ട് ഞാൻ കോൾ ചെയ്തു. റൂംസ് കാണിച്ചു തന്നു. ഒരെണ്ണത്തിനകത്ത് ഒരു ചെറിയൊരു നനവിൻ്റെ മണം ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിനകത്ത് കഴിഞ്ഞ ദിവസത്തെ ഏതോ ഗസ്റ്റ് പുകച്ചങ്ങ് നാറ്റിച്ച് വെച്ചേക്കുമായിരുന്നു, ഭയങ്കര മണമായിരുന്നു സിഗരറ്റിൻ്റെത്. അപ്പോൾ ഞാൻ പറഞ്ഞു സിഗരറ്റ് മണമുള്ളത് എനിക്ക് വേണ്ട, ഇപ്പുറത്തതാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് സാർ എന്നാൽ മേളിൽ 2500-3000 ബഡ്ജറ്റുള്ള റൂംസും കൂടെ ഉണ്ട്, സാർ ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് കയറി നോക്കിയപ്പോഴത്തേക്കും നല്ല അടിപൊളി ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂംസ്. എൻ്റെ ബഡ്ജറ്റ് 2000 ആണ് ബ്രോ മാക്സിമം. എനിക്ക് 1500 റൂം തന്നെ ധാരാളമാണ്. ഈ ഒരു നനവിൻ്റെ സ്മെല്ലിൻ്റെ ഇഷ്യൂ മാത്രമാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എന്നാൽ സാർ ഞാൻ ഓണർക്ക് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ച് സെറ്റാക്കി. 2000 തന്നെ എനിക്ക് 3000 റൂം കിട്ടി. അപ്പോൾ ആക്ച്വലി ഈ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മൾ എവിടെയും പോയിട്ട് ബാർഗെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ആരെയും ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല, അതുപോലെ നമ്മൾ ബെഗ് ചെയ്യേണ്ട കാര്യമില്ല. പ്രോപ്പറായിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വേറെ ലെവലിൽ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളും കിട്ടേണ്ടതായിട്ടുള്ള സർവീസുകളും പ്രോപ്പറായിട്ട് കിട്ടുമെന്നുള്ള കാര്യമാണ് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാനുള്ളത്.